ഹായ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇത് നമ്മൾ പഞ്ചാബിലെത്തിയിട്ടില്ല, രണ്ടാമത്തെ ദിവസമാണ്. അന്ന് ഉത്രാടായിരുന്നു. അപ്പോൾ നമ്മളിതാ പൂക്കളൊക്കെ പറിക്കാൻ പോയി. പിള്ളേരും നമ്മളും കൂടി പൂവൊക്കെ പറിച്ച് വന്ന് പൂവൊക്കെ ഇടലാണ്. അപ്പോൾ അവിടെയാണെങ്കിൽ അന്ന് നല്ല കാറ്റും, നമ്മൾ പൂ ഇടുന്നതിനനുസരിച്ചിട്ട് കാറ്റ് കൊണ്ടുപോകലാണ്. അതാണ് കയ്യൊക്കെ ഇങ്ങനെ പിടിക്കുന്നത്. പൂവൊക്കെ ഇട്ട് കഴിയുമ്പോൾ തന്നെ ഒരു സമയമായിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ലഞ്ച് പുറത്തുനിന്നായിരുന്നു കഴിച്ചത്. അപ്പോൾ ചെറിയൊരു ഷോപ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളിതാ ഇവിടെയുള്ളൊരു അടുത്തുള്ളൊരു റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡ് കഴിക്കലാണ്. വെജാണ് ഇവിടെ കാണാനും നല്ല ഭംഗിയുണ്ട്. നമ്മളവിടെ എത്തി ആദ്യം തന്നെ നേരെ മുകളിലേക്ക് അങ്ങ് കയറിപ്പോയി. മുകളിലാണ് താഴത്തേനേക്കാളും ഭംഗി. അപ്പോൾ അവിടെ ഇരുന്ന് ഫുള്ളൊന്ന് നോക്കി, മെനൂസൊക്കെ നോക്കി, അവരോട് ഓരോ സാധനങ്ങൾ പറയുന്നതിനനുസരിച്ചിട്ട് അതൊന്നും അവിടെ ഇല്ല, അതെല്ലാം താഴെയാ കിട്ടുമെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നേരെ താഴേക്ക് വന്ന്, പിന്നെ നമ്മൾ സ്റ്റാർട്ടറായിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഡ്രാഗൺ പനീറാണ്. അപ്പോൾ അത് കഴിച്ച് പിന്നെന്താ ഒരു താലി ഓർഡർ ചെയ്ത്, അതിനകത്ത് നാനും റൈസും അങ്ങനെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു. പിന്നെ ഒരു ഇവിടുത്തെ സ്പെഷ്യലായിട്ടുള്ള കുൽച്ചി ഓർഡർ ചെയ്ത്. അപ്പോൾ അതൊക്കെയായിരുന്നു ഫുഡ്. അതിനുശേഷം നമ്മൾ ഒരു ചായ ഓർഡർ ചെയ്ത്. ഇത് മറ്റേ നമ്മളെ ശർക്കര ഇട്ടിട്ടുള്ള ചായയാണ്. നല്ല ചായയായിരുന്നു, അടിപൊളി ചായ. ഹൈ ഗൈസ്, നമ്മൾ പട്ടിൻ്റെ ധോബി മാർക്കറ്റിലാന്നുള്ളത്. അപ്പോൾ ഇവിടുത്തെ കുറച്ച് കാഴ്ചകൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഫുഡ് കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഇതാ നമ്മൾ വന്നിട്ടുള്ളത് ഈ ഒരു മാർക്കറ്റിലേക്കാണ്. അപ്പം ഞാൻ പറഞ്ഞില്ലേ ചെറുതായിട്ടൊരു ഷോപ്പിംഗ് ഉണ്ടായിരുന്നു എന്ന്. അപ്പോൾ അതിന് വേണ്ടി വന്നതാണ്. പിന്നെ മാർക്കറ്റൊക്കെ ഒന്ന് കാണാന്നുള്ള ഇതിൽ വന്നതാണ്. മെയിൻലി നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് പിള്ളേർക്ക് എന്തെങ്കിലും എടുക്കാന്നുള്ള ഇതിലാണ്. അപ്പൊ അങ്ങനെ ഓരോന്നായിട്ട് അവർക്ക് വേണ്ടി തെരഞ്ഞുകൊണ്ടേ ഇരിക്കലാന്ന്. ഇത് ഈ കാണുന്നത് മറ്റേ നൂലുകളും പിന്നെ എംബ്രോയിഡറി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കിട്ടുന്ന ഹോളായിട്ട് കിട്ടുന്ന ഒരു ഷോപ്പാണ്. 1250. പ്രത്യേകിച്ചൊന്നും നടക്കാണ്ട് നമ്മളിതാ നടന്നുകൊണ്ടേയിരിക്കലാണ്. ഇതായിരുന്നു ശരിക്കും ഉത്രാടപ്പാച്ചില്. എന്താ പറയുക, ഏകദേശം നമ്മളൊരു 4 മണിക്കൂർ ഈ ഒരു സ്ഥലത്തൂട്ടം നടന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒന്നും വാങ്ങിയിട്ടില്ല. പക്ഷെ ഇതിനെന്നാ പ്രത്യേകിച്ച് കമ്മലുകൾ കണ്ടാൽ നമ്മൾ എന്തായാലും ഒന്ന് നിന്ന് നോക്കുമല്ലോ. അതുപോലെ തന്നെ നമ്മളും അവിടെ ഒന്ന് കുറച്ച് നോക്കി എടുത്തിട്ടൊന്നുമില്ല. ഇത് ഇങ്ങനെ ഫോട്ടോയിൽ കാണാൻ നല്ല ഭംഗിയുണ്ട്, പക്ഷെ അടുത്തുനിന്ന് ഭയങ്കര പൊടിയെല്ലാം പിടിച്ചതുപോലെയുണ്ട്. പിന്നെ എടുക്കാൻ നിന്നിട്ടില്ല, വീണ്ടും നമ്മൾ നടക്കാൻ തുടങ്ങി. മണിക്കൂർ നേരത്തെ അലച്ചിൽ. അങ്ങനെ നമ്മൾ കുറേ നേരത്തെ നടത്തത്തിന് ശേഷം നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ കിട്ടി. പിന്നെ നമ്മളിതാ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പോഴേക്കന്നെ സമയം ഏകദേശം ഒരു 7 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു തോന്നുന്നു. പിന്നെ ഇതാ നടത്താണ്, നമ്മളെ വണ്ടി വെച്ചെടുത്തേക്ക് നമ്മൾ നടന്നു പോവാണ്. അടുത്തത് പിന്നെ തിരുവോണത്തിൻ്റെ ഇതാണ്. തിരുവോണത്തിന് എല്ലാവരും സദ്യ ആയിരിക്കും ഉണ്ടാക്കുക. പക്ഷെ നമ്മൾ കണ്ണൂർക്കാരങ്ങനെ സദ്യ ഉണ്ടാക്കൽ കുറവാണ്. അപ്പം നമ്മളന്ന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് മട്ടൻ ബിരിയാണി ആയിരുന്നു. അപ്പോൾ അത് മെയിൻ കാര്യം നമ്മൾ ഉണ്ടാക്കാഞ്ഞത്. അത് കഴിഞ്ഞ് 2 ദിവസം കഴിയുമ്പോൾ നമുക്കവിടെ ഓണത്തിൻ്റെ പരിപാടിയുണ്ട്. അപ്പോൾ അതിനെന്തായാലും സദ്യ ആയിരിക്കും. അപ്പോൾ നമ്മൾ കരുതി തിരുവോണത്തിന് നമുക്ക് ബിരിയാണി ഉണ്ടാക്കാമെന്ന്. അങ്ങനെ പിന്നെ മട്ടൻ ബിരിയാണി ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കലാന്ന്. ഞാനല്ല ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാ നമ്മൾ ഫുഡ് കഴിക്കലാന്ന്. കണ്ണൂരില്ലവർക്കൊക്കെ അറിയായിരിക്കും, എങ്ങനെയായാലും സദ്യ എന്ന് പറഞ്ഞാൽ അതിലൊരു നോൺ വെജ് മസ്റ്റായിരിക്കും. അപ്പോൾ അത് എല്ലാവർക്കും ഒന്നും അത് ഇഷ്ടാവില്ലായിരിക്കും. പക്ഷെ നമ്മൾ അങ്ങനെയാണ്. ഇപ്പോഴാണ് എന്താ പറയുക ഫുള്ളായിട്ട് സദ്യയൊക്കെ കഴിക്കുന്നത്. പണ്ടൊക്കെ എങ്ങനെയായാലും നമ്മളൊരു ഫുഡിനകത്ത് ഒരു നോൺ വെജ് മസ്റ്റാണ്. അതിനുശേഷം പായസമൊക്കെ കുടിച്ച് അടുത്തത് വന്നിട്ട് അവിടെ 7-ാം തീയതി ആയിരുന്നു ഓണപരിപാടി. അപ്പം നമ്മൾ 6-ാം തീയതി ഇതാ മൈലാഞ്ചിയൊക്കെ ഇട്ട് കൊടുക്കലാന്ന്. ഇതും ഞാനല്ല ചെയ്യുന്നത്. എനിക്ക് മൈലാഞ്ചി ഇട്ട് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ ചെയ്തതാണ്. അടുത്തത് അവിടെ മുല്ലപ്പൂ കിട്ടൂല. അപ്പോൾ നമ്മൾ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് മുല്ലപ്പൂ ഉണ്ടാക്കിയെടുക്കലാണ്. ഇത് കുറച്ച് മെനക്കെട്ട പണിയാണ്. എന്നാലും എന്താ പറയുക അവസാന റിസൾട്ട് അടിപൊളിയായിരുന്നു. നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എന്താ പറയുക ഒറ്റ നോട്ടത്ത് കാണുമ്പോൾ നമുക്കത് മനസ്സിലാവില്ല, ഇത് പിന്നെ ഡ്യൂപ്ലിക്കേറ്റ് ആണ് എന്നുള്ളത് മനസ്സിലാവില്ല. അങ്ങനെ 7-ാം തീയതി ഇതാ ഇവിടുത്തെ ഓണപരിപാടിയാണ്. അപ്പോൾ കുറേ ഡാൻസും പാട്ടും അങ്ങനെ കുറേ പരിപാടികൾ ഉണ്ടായിരുന്നു. എല്ലാം അടിപൊളിയായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു, നന്നായിട്ട് എൻജോയ് ചെയ്ത്.
സെലിബ്രേഷനൊക്കെ കഴിഞ്ഞ് ആ ദിവസം തന്നെ നമുക്ക് വേറൊരു സ്ഥലത്ത് പോകാനുണ്ടായിരുന്നു. അപ്പോൾ അത് എങ്ങോട്ടേക്കാണെന്ന് അടുത്ത വീഡിയോയിൽ പറയാം. അതുവരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.